എല്ലാവരും എന്തെങ്കിലും സഹായിക്കണം. ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ അപേക്ഷിക്കാൻ. എൻ്റെ മക്കൾക്ക് വേറെ ആരുമില്ല. സംസാരിക്കാൻ വയ്യ. എൻ്റെ ഉപ്പാന്റെ വയറൊക്കെ വീർത്തിരിക്കുകയാണ്. വേദന കൊണ്ട് കരയണത് സഹിക്കണില്ല. കണ്ടിട്ട് എല്ലാവരും സഹായിക്കും. ഞങ്ങളുടെ ഉപ്പാനെ സഹായിക്കണം. ഈ വീഡിയോ കണ്ട് എല്ലാവരും സഹായിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഉപ്പാനെ എനിക്ക് നഷ്ടപ്പെടും. എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. വളരെ എമർജൻസി ആയിട്ട് ജലീൽ എന്ന് പറയുന്ന ഈ സഹോദരന്റെ കരള് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ 2 മക്കളടങ്ങുന്ന ഈ കുടുംബത്തിന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഈ വാപ്പാനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, വാപ്പാന്റെ കരള് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടി അഭ്യർത്ഥിക്കല്ലാതെ വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഏകദേശം 25 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന്റെ കരള് മാറ്റി വെക്കാൻ വേണ്ടി കണ്ടെത്തേണ്ടത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് കരള് കൊടുക്കുന്നത്. ശരീരം മുഴുവൻ നീരെടുത്തിട്ട് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ 3 ദിവസം കൂടുമ്പോൾ ഈ വയറൊക്കെ വീർത്ത് വന്നിട്ട് അതിന്റെ വെള്ളം കുത്തിയെടുത്തോണ്ടിരിക്കുക. നിങ്ങളല്ലാതെ ഈ കുടുംബത്തെ സഹായിക്കാൻ മറ്റാരുമില്ല. ഈ വീഡിയോ കാണുന്നവരൊക്കെ പ്രിയപ്പെട്ട ജലീലിന്റെ കരൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം. ഇദ്ദേഹത്തിന് വേണ്ടി രൂപീകരിച്ച അതിന്റെ കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ ആലത്തൂർ ജുമാ മസ്ജിദ് കീഴ് ചുണ്ടക്കാട് പള്ളി പ്രസിഡന്റാണ്. എൻ്റെ മഹല്ലത്തിലാണ് ജലീൽ എന്ന സഹോദരൻ. ആ സഹോദരന്റെ ചികിത്സയ്ക്കായി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ചില മാസങ്ങളായി അദ്ദേഹം വളരെ ലിവർ സംബന്ധമായ രോഗത്തിൽ ഹോസ്പിറ്റലിലാണ്. അതിൽ ചെലവിലേക്കായി 25 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലുകാർ ചെലവിലേക്കായിട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിർധന കുടുംബമാണ്. കൂലിപ്പണിക്ക് പോയിക്കൊണ്ട് അദ്ദേഹം ജീവിക്കുന്നത്. വളരെ കഷ്ടത്തിലാണ്. അദ്ദേഹത്തിനൊരു മോളുണ്ട്, പ്രായപൂർത്തിയായ മോളുണ്ട്. അപ്പോൾ സഹായനിധിയായി നിങ്ങൾ എല്ലാവരും അതിലേക്ക് ആ സഹോദരനെ സഹായിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ഉദയകുമാർ. ജലീൽ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനാണ് ഞാൻ. ഈ ജലീൽ ഈ അസുഖം ബാധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെയേറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഏകദേശം 25 ലക്ഷം രൂപയോളം ചെലവ് വരും. കുടുംബ പ്രാരാബ്ദവും കൂലിപ്പണിയും കൊണ്ട് ജീവിക്കുന്ന അദ്ദേഹത്തിന് ഈ ചികിത്സാ ചെലവ് താങ്ങാവുന്നതല്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ല ആളുകളും അദ്ദേഹത്തിന് കഴിയാവുന്ന സാമ്പത്തിക സഹായം നൽകി അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ പേര് ഉഷാദേവി സതീശൻ. ഞാൻ കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. എൻ്റെ വാർഡിൽ ഉള്ള ഒരു വ്യക്തിയാണ് ജലീൽ. ആ ജലീലിനാണ് ഇത്രയും ഗുരുതരമായ ഒരവസ്ഥ വന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ ദയനീയാവസ്ഥയിലുള്ള കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. കൂലിപ്പണി ചെയ്താണ് അദ്ദേഹം ഇതുവരെ ജീവിച്ചു പോന്നത്. അവർക്ക് ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ലിവർ മാറ്റിവെക്കേണ്ട ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നതിനാൽ 25 ലക്ഷം രൂപ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വമനസ്സോടുകൂടി അവർക്കുള്ള ധനസഹായം നിങ്ങളെല്ലാവരും എത്തിച്ചേരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തും. ഈ വീഡിയോ കാണുന്നവരൊക്കെ പ്രിയപ്പെട്ട ജലീലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഭാഗത്താണ്. എൻ്റെ നാടാണ് ആലത്തൂരിലെ കാവശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വിചാരിച്ചാൽ ഒരിക്കലും അദ്ദേഹത്തിന് 25